മീനച്ചിലാറിന്റെ തീരത്തെ ഫലപുഷ്ടിയാർന്ന ചേർപ്പുങ്കലിലെ ഒരു കർഷക കുടുംബത്തിൽ നിന്നുമാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ മോളി 29 വർഷം മുൻപ് പാല മേലമ്പാറ വടക്കേ തോണിക്കുടി വീട്ടിലേക്ക് ഫോട്ടോഗ്രാഫറായ പോൾ മാനൂരിന്റെ പത്നിയായെത്തിയത്. കരിമ്പാറകൾ നിറഞ്ഞ മലയോര ഭൂമിയിലെ ആ വീടിന്റെ മുറ്റം വരെ അന്ന് റബ്ബർ മരങ്ങളായിരുന്നു. വീടിനു ചുറ്റുമുള്ള റബ്ബർ മരങ്ങൾ വെട്ടി നീക്കിയതോടെ പാറയും തടങ്ങുമൊക്കെയായി തെളിഞ്ഞ 40 സെന്റ് ഭൂമി കാണവേ മോളി പോളിന്റെ കർഷക മനസ്സ് തുടിക്കുകയായിരുന്നു. മണ്ണിന്റെയും മനസ്സിന്റെയും ആ ഒത്തുചേരൽ അവിടെ ആരംഭിച്ചു. അതോടെ റബ്ബർ കാടുകൾ നിറഞ്ഞ പാലായുടെ മണ്ണിൽ മോളി പോൾ എന്ന ജൈവ കർഷക പുതിയൊരു കാർഷിക ചരിതം കുറിക്കുകയായിരുന്നു. മനസ്സിൽ കൃഷിയുണ്ടെങ്കിൽ മണ്ണിലും കൃഷിയുണ്ടെന്നും ഉറച്ചു വിശ്വസിക്കുന്ന മോളി പോൾ തന്റെ കാർഷിക ജീവിതത്തിലൂടെ അത് സാർത്ഥകമാക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ മണ്ണിനെ ഒത്തിരി സ്നേഹിച്ച ഒരാളായിരുന്നു. എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആ കൃഷി പാരമ്പര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ വെറും റബ്ബർ മാത്രമുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ എല്ലാ സാധനവും കടയിൽ നിന്ന് വാങ്ങണം. അപ്പം അങ്ങനെയാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അപ്പം കൃഷി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മൾക്ക് മനസ്സിലാണ് ആദ്യമായിട്ട് കൃഷി ഉണ്ടാകേണ്ടത്, എങ്കിൽ മാത്രമേ അത് മണ്ണിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ആ ഒരു ഉൾക്കാഴ്ചയോടെയാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എന്തും നമ്മുടെ ഭൂമിയിൽ ചെയ്താൽ അവനവന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവനവന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്ന് തെളിയിച്ചൊരു വീട്ടമ്മയാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സീറോ ബഡ്ജറ്റ് കൃഷി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സീറോ ബഡ്ജറ്റ് അടുക്കള. ഉപ്പല്ലാത്ത എല്ലാം തന്നെ ഞാനിവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇലക്കറികളും എല്ലാം, നെൽകൃഷിയുണ്ട്, ധാന്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഈ ഇത്തിരി പോകുന്ന മണ്ണിൽ ഈ പാറയിടുക്കിലാണ് ഞാനിത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ എന്തും നമ്മൾ ചെയ്താൽ മണ്ണ് നമ്മൾക്ക് അതിന് പ്രതിഫലം നൽകുമെന്ന് തെളിയിച്ച ഒരു വീട്ടമ്മയാണ് ഞാൻ. കുന്നിൻ ചരുവിലെ പാറക്കല്ലും മൺകൂനയും നിറഞ്ഞ തടത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഹരിതശോഭ കണ്ടാൽ ആരും ഒരു നിമിഷം നിന്നു പോകും. 15 തരം വാഴകൾ, 16 തരം ഇലക്കറികൾ, 5 തരത്തിലുള്ള പാവൽ, കോവൽ, വഴുതന, ഇലക്കറികൾക്കായുള്ള ഛായാമാൻസ, കൊഴുപ്പു ചീര, കാന്തല്ലൂർ ചീര, സാമ്പാർ ചീര, സിംഗപ്പൂർ ചീര, മരച്ചീര, അഗസ്ത്യച്ചീര, വിവിധതരം നാരകങ്ങൾ, ചുരയ്ക്ക, കുമ്പളങ്ങ, മത്തൻ, ഇഞ്ചി, മഞ്ഞൾ, കസ്തൂരി വെണ്ട അടക്കമുള്ള വിവിധതരം വെണ്ടയിനങ്ങൾ, പലതരം കാന്താരി മുളകുകൾ, ചേന, ചേമ്പ്, അടതാപ്പടക്കമുള്ള കാച്ചിലിനങ്ങൾ, മരച്ചീനി, പഴവർഗ്ഗങ്ങളായ സപ്പോട്ട, മാവ്, പ്ലാവ്, മുട്ടപ്പഴം, കൈത, അമ്പഴം, ബദാം, പപ്പായ, പാഷൻ ഫ്രൂട്ട്, 50-ലേറെ വരുന്ന ഔഷധ സസ്യങ്ങൾ, നാട്ടുപൂക്കളടക്കമുള്ള സ്വദേശി വിദേശി ഇനത്തിൽപ്പെട്ട 101-ൽ പരം പുഷ്പസസ്യങ്ങൾ തുടങ്ങിയവയെ ഹൃദയത്തിൽ ചേർത്ത് പരിപാലിച്ചുകൊണ്ട് മോളി പോൾ എന്ന ഈ പാലാക്കാരി കർഷക വനിത ഒരു വിസ്മയം തന്നെ സൃഷ്ടിക്കുന്നു. കൃഷിവിളകൾ എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, എല്ലാ തരം പച്ചക്കറികളും, പാവൽ, കോവൽ, പടവലം, പയറ്, വെണ്ട, വഴുതന, ചീരകൾ, ഇലക്കറികൾ പലതരമുണ്ട്. പഴവർഗ്ഗങ്ങൾ ആത്ത, മുള്ളാത്ത, സീതപ്പഴം, പാഷൻ ഫ്രൂട്ട്, എഗ് ഫ്രൂട്ട്, അങ്ങനെയുള്ള 10-14 തരം വാഴകളുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഒരു വർഷത്തിൽ എനിക്ക് എല്ലാ സമയവും 2 പഴങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. കൈതച്ചക്ക, അങ്ങനെയുള്ള, പിന്നെ 6 മാസം സുലഭമായിട്ട് നമുക്ക് ചക്കയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളായി. അപ്പോൾ പിന്നെ നമ്മൾ ഇറച്ചി, മുട്ടയ്ക്ക് വേണ്ടിയിട്ട് കോഴിയെ വളർത്തുന്നു, പാലിന് വേണ്ടിയിട്ട് പശുക്കളെ വളർത്തുന്നു. അപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എല്ലാം ഇവിടെ നമ്മൾക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. അത് അല്പം മനസ്സ് വെക്കണം നമ്മൾ. മലഞ്ചെരുവിലെ ഈ പാറയിടുക്കിൽ ഇങ്ങനെ ഒരു പ്രത്യേക കൃഷിരീതി പുലർത്തുവാൻ ഒരു ആധുനിക കാർഷിക ശാസ്ത്രവും മോളി പോളിന് പ്രേരകമായിരുന്നില്ല. കാർഷിക പാരമ്പര്യമേകിയ ചാലകശക്തി ഒന്നു മാത്രമായിരുന്നു ഈ കർഷകയുടെ പിന്നിൽ.
മഴക്കാലത്ത് മലമുകളിൽ നിന്നൊഴുകിയെത്തുന്ന ജലത്തെ പാറയിടുക്കുകളിൽ തടഞ്ഞു നിർത്തി നീർത്തടമൊരുക്കുകയായിരുന്നു മോളിപ്പോൾ ആദ്യം ചെയ്തത്. പിന്നീട് പാറച്ചെരുവിലെ തടങ്ങളിൽ മണ്ണ് നിറച്ച് വിത്തുകൾ പാകി. മണ്ണിടാനാകാത്ത പാറമുകളിൽ ആക്രിക്കടയിൽ നിന്നും 50 രൂപ വീതം വില കൊടുത്തു വാങ്ങിയ റെഫ്രിജറേറ്റർ ബോഡികൾ നിരത്തി അതിനുള്ളിലും മണ്ണു നിരത്തി തൈകൾ നട്ടു. മരങ്ങളും സസ്യങ്ങളും വളർന്നു പടരവേ മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിൽ മോളിപ്പോൾ പ്രത്യേകം ശ്രദ്ധ വച്ചു. മണ്ണിലേക്ക് കൊഴിഞ്ഞു വീഴുന്ന ഇലകളെ മണ്ണിൽ തന്നെ ലയിച്ചു ചേരാൻ അനുവദിച്ചു. തന്റെ നാടനിനം വളർത്തു പശുക്കളുടെ ചാണകവും മൂത്രവും വിളകൾക്ക് വളമായേകി. മണ്ണിളക്കാതെ വനസ്ഥലി ഒരുക്കിയുള്ള കൃഷിരീതിയിൽ വിളകളും കളകളും വളർന്നു. കളകൾ വളമായി മാറിയപ്പോൾ വിളകൾ സുഫലത കൈവരിച്ചു. വീടിനോട് ചേർന്ന് 1 ഇഞ്ച് മണ്ണ് പോലും മോളിപ്പോൾ പാഴാക്കുന്നില്ല. ഗ്രോ ബാഗുകളിൽ പച്ചക്കറികളും പൂച്ചെടികളും വളർന്നു നിൽക്കുന്നു. വീടിന്റെ ചുവരുകളിലും കോണുകളിലും തൂങ്ങുന്ന ചട്ടികളിലും ബാഗുകളിലും ചെടികൾ തന്നെ. കയ്യാലുകളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന മിനറൽ വാട്ടർ കുപ്പികളിലും പേരറിയാവുന്നതും അറിയാത്തതുമായ പുഷ്പിണികൾ പുഞ്ചിരിക്കുന്നു. കാർഷിക കേരളത്തിന് കൈമോശം വന്ന ഒട്ടേറെ വിളകളെ തിരഞ്ഞു കണ്ടെത്തി കൊണ്ടുവന്ന് മോളിപ്പോൾ തന്റെ പുരയിടത്തിൽ സംരക്ഷിക്കുന്നു. വീടിന്റെ ടെറസിലേക്കുള്ള വഴിയിലും ഫലവൃക്ഷങ്ങളും സസ്യലതാദികളും അണിയിടുന്നു. ടെറസിൽ വിരിച്ച പന്തലിൽ കോവലും പാവലും പയറും കായ്ഫലം കാഴ്ചയാക്കുന്നു. വീടിനെ ഇടതൂർന്ന പച്ചപ്പും അതിന്റെ തണലും പുതിഞ്ഞു കാക്കുന്നു. ഇവിടെ വീശുന്ന മലങ്കാറ്റിൽ ഔഷധച്ചെടികളുടെ സുഗന്ധം. ഇവിടെ തെളിയുന്ന വെയിലിൽ ചിങ്ങമാസത്തിന്റെ സൗന്ദര്യം. ഇവിടെ ഈ വീട്ടുമുറ്റത്ത് നാട്ടുപൂക്കളുടെ നറുമണം. ഉള്ളിലെ കാഴ്ചപ്പാട് വെച്ച് ഞാൻ മണ്ണിലേക്ക് ഇറങ്ങി. മണ്ണിനെ ഞാൻ പരുവപ്പെടുത്തിയെടുത്തു. ഓടുന്ന വെള്ളത്തെ നടത്തിവിട്ടു. നടക്കുന്ന വെള്ളത്തെ ഞാൻ കിടത്തി. ആ കിടക്കുന്ന വെള്ളത്തെ ഞാൻ ഉറക്കി. അങ്ങനെയുള്ള ഒരു ഇതാണ്. കാരണം ഇതുപോലൊരു ഹില്ലി ഏരിയയിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന മണ്ണിനെ ഞാൻ തടഞ്ഞു നിർത്തി. ആ മണ്ണിനെ ഞാൻ കഴിയുന്നത്ര സസ്യജാലങ്ങൾ മണ്ണിൽ അഴുകാൻ ഞാൻ അനുവദിച്ചു. അപ്പോൾ അത് പൊതയായി മണ്ണിനിട്ട് മണ്ണിന് സൂര്യപ്രകാശം ഏൽപ്പിക്കാതെ സൂക്ഷ്മാണുക്കൾ ചത്തുപോകാതെ ഞാൻ അങ്ങനെ മണ്ണിൽ പൊതയിട്ട് ജലാംശത്തെ നിലനിർത്തി അന്തരീക്ഷത്തിലെ താപനിലയെ കുറച്ച് കൃഷി ചെയ്യുന്നു. അതിൽ പിന്നെ പശുക്കളെ വളർത്തുന്ന കാരണം അതിന് ചാണകവും മൂത്രവും ഉപയോഗിച്ച് അതിന് പൊതയ്ക്ക് മീതെ ഞാൻ ചാണകവെള്ളം ഒക്കെ കലക്കി ഒഴിച്ച് അങ്ങനെ മണ്ണിൽ ധാരാളം സൂക്ഷ്മാണുക്കൾ ഉണ്ടാക്കി. നമ്മുടെ ജോലിയല്ല മണ്ണിളക്കുക എന്നുള്ളത്. അത് മണ്ണിരയുടെ ജോലിയാണ്. അത് പ്രകൃതി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ മണ്ണിരയെ വളരാൻ അനുവദിക്കുക മണ്ണിൽ. അപ്പോൾ ഒരു മണ്ണിര 3 മീറ്ററോളം ഉള്ളിലേക്ക് പോകും. അത് പോകുന്ന വഴിയല്ല കയറി വരുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള സ്രവങ്ങളൊക്കെ മണ്ണിലേക്ക് കൊടുക്കും. അപ്പോൾ ആ സുഷിരത്തിലൂടെ വെള്ളം മഴ പെയ്തിറങ്ങുമ്പോൾ മണ്ണിലേക്ക് ഇറങ്ങും. അങ്ങനെ ഈർപ്പം നിലനിൽക്കും. അപ്പോൾ മണ്ണങ്ങനെ ഇളക്കേണ്ട കാര്യമില്ല. മണ്ണിളക്കി വേരുകൾ നശിപ്പിക്കണം. പ്രകൃതി എല്ലാം തന്നിരിക്കുന്നത് നമ്മളുടെ ഇതിന് വേണ്ടിയാണ്. ഇവിടെ കളയെന്നോ വിളയെന്നോ വ്യത്യാസമില്ല. എല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രഭാതം മുതൽ അന്തി വരെ നീളുന്നു മോളി പോളിന്റെ അധ്വാന നേരം. വീട്ടുജോലിക്ക് ശേഷം കൃഷിയിടത്തിലെ സമൃദ്ധി കാക്കാൻ ആ പോറ്റം ഇറങ്ങുകയായി. പശുക്കളുടെ പരിപാലനമാണ് ആദ്യത്തെ പ്രക്രിയ. തുടർന്ന് മുട്ടക്കോഴികളുടെ പരിചരണം. മുട്ടക്കോഴിക്കൂടിന്റെ താഴെ നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് ടാങ്കിൽ ഭക്ഷ്യമത്സ്യങ്ങളും വളരുന്നു. മുതിന ഇനത്തിൽപ്പെട്ട പ്രാവ്, മുയല് തുടങ്ങിയവയും ഇവിടെ മോളി പോളിന്റെ കൂട്ടുകാരാണ്. കൃഷിയിടത്തിലെ അതീവ ശ്രദ്ധയിൽ കീടബാധയും നന്നേ കുറവ്.
കീടനശീകരണമല്ല, കീടനിയന്ത്രണമാണ് ആവശ്യം എന്നാണ് ഈ ജൈവ കർഷകയുടെ പക്ഷം. പക്ഷികൾ ഭക്ഷിച്ച ശേഷമുള്ള പഴവർഗ്ഗങ്ങളും മറ്റും തങ്ങൾക്കു മതി എന്നാണ് മോളി പോളിന്റെ തീരുമാനം. അതിനുള്ള സൗകര്യങ്ങളും ഇവിടെ പക്ഷികൾക്കായി ഒരുക്കിയിരിക്കുന്നു. മോളി പോളിന്റെ ഭവനത്തിലേക്കെത്തുന്ന അതിഥികൾക്കായുള്ള സ്വീകരണ മുറി അടുക്കളയാണ്. പുതുമയുടെ കെട്ടും മട്ടുമൊക്കെ ഉണ്ടെങ്കിലും പാരമ്പര്യ ശാസ്ത്രീയ തലങ്ങൾ സമന്വയിക്കുന്ന ഒരു കാർഷിക കലവറയാണ് മോളി പോളിന്റെ അടുക്കള. കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ ഏറിയ പങ്കും ഒരു കരുതൽ ശേഖരമായി ഈ അടുക്കളയിലുണ്ട്. മുതിര, എള്ള്, ഉഴുന്ന്, ചെറുപയർ, വൻപയർ, മുളക്, അരിഞ്ഞുണക്കിയ കോവയ്ക്ക, പാവയ്ക്ക, ഉണക്കക്കപ്പ, ചക്കക്കുരുപ്പൊടി, ഉണക്കിയ ചക്ക, ഉണക്കിയെടുത്ത വിവിധതരം വാഴപ്പഴങ്ങൾ, മാമ്പഴങ്ങൾ, മറ്റു പഴവർഗ്ഗങ്ങൾ, പലതരം അച്ചാറുകൾ തുടങ്ങിയവ കണ്ണാടി ചില്ലിനുള്ളിൽ നിരയിട്ട ഭരണികളിൽ സൂക്ഷിച്ചിരിക്കുന്നു. കൃഷിയുടെ കാലഭേദങ്ങൾക്ക് കാത്തുനിൽക്കാതെ എല്ലാ കാലത്തും എല്ലാ ഭക്ഷ്യവിഭവങ്ങളും മോളി പോളിന്റെ അടുക്കളയിൽ ഭദ്രം തന്നെ. അതിനാൽ വിലക്കയറ്റമുണ്ടായാലും ക്ഷാമമുണ്ടായാലും പാലായിലെ ഈ വീട്ടമ്മയ്ക്ക് യാതൊരു മാനസിക സമ്മർദ്ദവുമില്ല. ഇപ്പം ചക്ക, ഉദാഹരണമായിട്ട് ചക്ക 6 മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് തിന്നാനില്ല. അപ്പം നമ്മൾക്ക് ഇത് കൂടുതലായെങ്കിൽ ഒരു ദിവസത്തിൽ നമ്മൾക്ക് ഒരെണ്ണത്തിൽ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കണ്ടമാനം ഇത് പഴുത്തു പോകും. അപ്പം ഞാനതിനൊരു മാർക്കറ്റ് ഇത് കണ്ടെത്തി അതിനെ ഉണക്കി സൂക്ഷിച്ച് വയ്ക്കാം. നമ്മൾ കപ്പ ഉണക്കി വയ്ക്കുന്ന പോലെ ഞാനത് വാട്ടി ഉണക്കി സൂക്ഷിച്ച് വയ്ക്കും. ചക്ക. അതുപോലെ തന്നെ പച്ചക്കറികൾ, ഇപ്പം കോവല്, പാവല്, വഴുതന, വെണ്ടയ്ക്ക, ഇതെല്ലാം നമുക്ക് ഉണക്കി വയ്ക്കാം. അപ്പോൾ അത് നമ്മൾ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് വറവലായിട്ട് നമുക്ക് ഉപയോഗിക്കാതെ. അപ്പോൾ അതിന് നല്ലൊരു ഇതാണത്. അപ്പം പാഴായി പോവുകയില്ല. അപ്പം പഴങ്ങൾ, അതുപോലെ എല്ലാ തരം പഴങ്ങളും ഉണങ്ങി വയ്ക്കാം. അപ്പോൾ പഴങ്ങൾ ഞാൻ ഇതെല്ലാം ഞാൻ പ്രകൃതിയോട് ചേർന്നുള്ള ഉണക്കലാണ്, അല്ലാതെ കൃത്രിമമായിട്ടൊന്നും ഉള്ളതല്ല. ജൈവ കൃഷിയുടെ വ്യാപനത്തിനായി തന്റെ കാർഷിക അറിവുകൾ പങ്കുവച്ചുകൊണ്ട് വിവിധ കാർഷിക പഠന ക്ലാസുകൾക്കും മോളി പോൾ നേതൃത്വമേകിപ്പോരുന്നു. കൃഷിയിടം കാണാനെത്തുന്ന സന്ദർശകരെ തന്റെ കാർഷിക വനിയിലേക്ക് സഹർഷം സ്വീകരിച്ച് അനുഭവങ്ങൾ എഴുതിയ കൃഷിപാഠങ്ങൾ പഠിപ്പിച്ചേ ഈ കൃഷിയമ്മ മടക്കി അയക്കാറുള്ളൂ. മണ്ണിനെ സ്നേഹിച്ച്, അതുപോലെ തന്നെ പൂമ്പാറ്റകളെയും പക്ഷികളെയും എല്ലാം സ്നേഹിച്ച് കൃഷി നടത്തുന്ന എല്ലാത്തരം കൃഷികളും, അതായത് നെല്ല് തൊട്ട് വീട്ടിലുണ്ടാക്കേണ്ട ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് കൃഷി ചെയ്ത് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കേണ്ട സാധനങ്ങളെല്ലാം സ്വന്തമായിട്ട്. ഇപ്പം മോളി ചേച്ചി പ്രത്യേകമായിട്ട് നമുക്ക് അടുക്കള കാണുമ്പോൾ അറിയാം, അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. എന്തെല്ലാം കൃഷിയുണ്ടോ അതെല്ലാം ചെയ്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തന്നെ ചെയ്ത് നമ്മൾ കൃഷിഭവനിൽ നിന്ന് തന്നെ നമ്മളൊരു അവാർഡ് മികച്ച കർഷകയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. വനിതാ കർഷകയ്ക്കുള്ള അവാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജൈവ കൃഷിയെയും പരിസ്ഥിതിയെയും ഒരു ജീവിത പുണ്യമാക്കി സംരക്ഷിച്ചു പോരുന്ന മോളി പോളിനെ തേടി അംഗീകാരങ്ങളും എത്തി. ബംഗളൂരുവിലെ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ അക്ഷയശ്രീ പുരസ്കാരം, മീനച്ചിൽ താലൂക്കിലെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം, തലപ്പലം ഗ്രാമപഞ്ചായത്തിന്റെ അവാർഡ് തുടങ്ങിയവ ആദരവുകളിൽ പെടുന്നു. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് തനിയെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഒരു 7 പേരുടെ ജോലിയാണ് ഈ വീട്ടിൽ ചെയ്യുന്നത്. അതായത് ഒരു ഫാദറിലോ ഉണ്ടായിരുന്നപ്പോൾ ഹോം നേഴ്സിൻ്റെ ജോലി, ഒരു വീട്ടമ്മയുടെ ജോലി, ഒരു അണ്ണാച്ചിയുടെ ജോലി, ഒരു വേലക്കാരിയുടെ ജോലി, അങ്ങനെ പല പല റോളുകളാണ് ഞാൻ അഭിനയിച്ചത്. അപ്പോൾ ആ ഒരു ഇത് കേട്ട് ഒരു സയൻറ്റിസ്റ്റ് ക്ലോഡ് അൽവാരിസ് എന്ന് പറഞ്ഞ പ്രകൃതിയുടെ വലിയ ഒരു പരിസ്ഥിതിയുടെ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം ഇതെൻ്റെ ഈ ക്ലാസ് കേട്ട് ഇവിടെ വന്ന് സന്ദർശിച്ചു.
എന്നെ അടുത്ത വർഷം 2017 മെയ് 29 നോയിഡയിൽ വെച്ച് നടക്കുന്ന ഓൾ ഓവർ ദി വേൾഡിൻ്റെ മീറ്റിന് ക്ഷണിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് ഇത്രയും ജോലി ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ചെയ്യാൻ സാധിക്കും നമ്മൾക്ക്. അത് നമ്മൾക്കൊരു അടുക്കും ചിട്ടയൊക്കെ വേണം. നമ്മളതിനെ ഓരോ ജോലിയെ നമ്മൾ നാളത്തേക്ക് ചെയ്യേണ്ട ജോലി ഇന്നേ നമ്മൾ മനസ്സിൽ കണ്ട് അതിനെ നമ്മൾ അങ്ങനെ ആ രീതിയിൽ പോയാൽ നമുക്ക് എന്ത് ജോലിയും ചെയ്യാൻ സാധിക്കും. പറ്റില്ല എന്ന് നമ്മൾ പറയരുത്. പ്രത്യേകിച്ച് ഒരു വീട്ടമ്മ, ഒരമ്മ മണ്ണിലേക്ക് ഇറങ്ങും. തീർച്ചയായിട്ടും അവനവൻ്റെ കുഞ്ഞുങ്ങളെ ആരോഗ്യപരത്തോടെ വളർന്നു. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും മക്കൾക്ക് ആരോഗ്യമില്ലെങ്കിൽ അവർ ജീവിതത്തിൽ ഉയരുകയില്ല. ജോലി നേടിയാലും അവർക്ക് കഴിക്കാൻ ആഹാരം വേണം. അപ്പോൾ അവർക്ക് ജോലി ചെയ്യണേലും ആരോഗ്യം വേണം. അപ്പോൾ ആ ആരോഗ്യത്തെ നിലനിർത്തണമെങ്കിൽ ഒരു അമ്മ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. മണ്ണിനും പ്രകൃതിക്കുമേകുന്ന ഒരു ഹൃദയാർച്ചനയാണ് മോളി പോൾ എന്ന ഈ കർഷക വീട്ടമ്മയുടെ ജീവിതം. മലവടക്കിലെ കൃഷിയിടത്തിൽ നൽകുന്ന അധ്വാനത്തിന്റെ വിശുദ്ധിയിൽ അവർ ജീവിതം ആസ്വദിക്കുകയുമാണ്. അധ്വാനമാണ് ഐശ്വര്യമെന്നും അതിലൂടെ മണ്ണിൽ സൗഭാഗ്യം വേരോടുമെന്നും തെളിയിച്ച ഈ കർഷക വനിത നമ്മുടെ കാർഷിക മേഖലയ്ക്കേകുന്നതും വേറിട്ടൊരു മാതൃക തന്നെ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംയോജിത കോൾഡ് ചെയിൻ പ്രോജക്റ്റുകൾക്ക് സഹായം. പാൽ പരിശോധനയ്ക്ക് സംസ്ഥാന ഡയറി ലാബ്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം രാജ്യത്ത് 100 സംയോജിത കോൾഡ് ചെയിൻ പ്രോജക്റ്റുകൾ സ്ഥാപിക്കാൻ പ്രാപ്തിയുള്ള സംരംഭകരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നു. അസംസ്കൃത വസ്തുക്കൾ ധാരാളം ലഭിക്കുകയും ശീതീകരണ സംവിധാനം ഇല്ലാത്തതുമായ പ്രദേശങ്ങൾക്കും ഇതിനകം ഇത്തരം പ്രോജക്റ്റുകൾ അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾക്കും മുൻഗണന ലഭിക്കും. സ്കീമിന്റെ വിശദവിവരങ്ങൾ www.mofpi.nic.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 011264062529. കുറഞ്ഞ കാലയളവിൽ വളർന്ന് പാകമാകുന്ന തിലോപ്പിയ മത്സ്യമാണ് ഗിഫ്റ്റ് തിലോപ്പിയ. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ മാനിക്കൊണ്ടയിൽ സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചറിൽ ഗിഫ്റ്റ് തിലോപ്പിയ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ലൈസൻസ് ലഭിച്ച കർഷകർ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ കുഞ്ഞുങ്ങളെ ലഭിക്കും. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0866282175. മറ്റൊരു നമ്പർ 0970465856. പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഗുണനിലവാരമുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. താൽപര്യമുള്ളവർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ
0469 2661821. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം പട്ടത്ത് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, വെള്ളം, കാലിത്തീറ്റ എന്നിവയുടെ ഗുണമേന്മ പരിശോധിക്കാൻ സൗകര്യമൊരുക്കുന്നു. എല്ലാ പാലുൽപ്പന്നങ്ങളുടെയും ഗുണമേന്മ ഈ ഡയറി ലാബിൽ പരിശോധിക്കാം. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 047124400074. ഇറച്ചിക്കും മുട്ടയ്ക്കും യോജിച്ച വിഗോവ താറാവിൻ കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിലെ സെൻട്രൽ പൗൾട്രി ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാണ്. മുൻകൂർ ബുക്കിംഗിനും ട്രെയിനിൽ എത്തിച്ചു കൊടുക്കാനുമുള്ള സൗകര്യം ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 080284662226. കോഴി, താറാവ് എന്നിവയ്ക്ക് വീടുകളിലെത്തി വിവിധ പ്രതിരോധ കുത്തിവയ്പ് നടത്താൻ താൽപര്യമുള്ള പത്തനംതിട്ട ജില്ലയിലെ വ്യക്തികൾക്ക് പരിശീലനം നൽകുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പരിശീലനം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 3 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. വിലാസം: സീനിയർ സയന്റിസ്റ്റ് ആൻഡ് ഹെഡ് ICAR കൃഷി വിജ്ഞാന കേന്ദ്രം, കാട്, കോളഭാഗം, തടിയൂർ, തിരുവല്ല 689545. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 046926620094. മറ്റൊരു നമ്പർ 046926611821. സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്ത് തലത്തിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വനിതകൾക്ക് വേണ്ടി റൂറൽ ബാക്ക്യാർഡ് പൗൾട്രി പ്രൊഡക്ഷൻ പദ്ധതി നടപ്പാക്കുന്നു. ഇതിനായി പഞ്ചായത്തുകളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും 45 കോഴികളെ ലഭിക്കും. ഒരു കോഴിക്ക് 35 രൂപ നിരക്കിൽ ഗുണഭോക്തൃ വിഹിതം അടയ്ക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 047124788585. മറ്റൊരു നമ്പർ 047124688585. കമ്പോള നിലവാരം: വെളിച്ചെണ്ണ കൊച്ചി 9100 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 9900 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 9100 രൂപ, കൊപ്ര കൊച്ചി 6140 രൂപ, കൊപ്ര കോഴിക്കോട് 6000 രൂപ, കൊപ്ര തൃശൂർ 6310 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73000 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ സേലം 10000 രൂപ, അടയ്ക്ക മഞ്ഞൾ ഈറോഡ് 9800 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12700 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12700 രൂപ. കമ്പോള നിലവാരം: കൊച്ചി. വെളിച്ചെണ്ണ 9000 രൂപ, കൊപ്ര 6140 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2200 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 70000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 73000 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ, മഞ്ഞൾ നാടൻ 11500 രൂപ, അടയ്ക്ക പുതിയത് 17000 മുതൽ 18000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 210 മുതൽ 225 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 400 മുതൽ 450 രൂപ വരെ, ജാതിപത്രി 450 മുതൽ 750 രൂപ വരെ, ഗ്രാമ്പു 745 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11500 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12700 രൂപ, ഒട്ടുപാൽ 7200 രൂപ, ലാറ്റക്സ് 7200 രൂപ. കമ്പോള അവലോകനം: ഓണാവശ്യങ്ങൾ മുന്നിൽ കണ്ട് കാർഷിക മേഖല പുതിയ റബ്ബർ ഷീറ്റ് വിൽപ്പനയ്ക്ക് ഇറക്കി. ചരക്ക് വരവ് ഉയർന്നെങ്കിലും വിദേശത്ത് റബ്ബർ അവധി നിരക്കുകൾ മെച്ചപ്പെട്ടത് ആഭ്യന്തര മാർക്കറ്റിന് താങ്ങായി. തെക്കൻ കേരളത്തിൽ നിന്ന് വൻതോതിൽ ഷീറ്റ് വിൽപ്പനയ്ക്ക് എത്തി. ഉൽപാദന മേഖലകളിൽ നിന്ന് കുരുമുളക് ലഭ്യമായതോടെ അന്തർ സംസ്ഥാന വ്യാപാരികൾ ടെർമിനൽ മാർക്കറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു. കൊച്ചിയിൽ മികച്ച ഇനം കുരുമുളക് കിലോ 730 രൂപയിലാണ്. കുമണിയിൽ ഇന്ന് 40 ടൺ ഏലക്കയുടെ കൈമാറ്റം നടന്നു. ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും ലേലത്തിൽ കാണിച്ച ഉത്സാഹം മികച്ച ഇനങ്ങളെ കിലോ 1278 രൂപ വരെ ഉയർത്തി. ശരാശരി ഇനങ്ങൾ 935 രൂപയിലാണ്. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് വീണ്ടും കുറഞ്ഞു. സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിറ്റുമാറാൻ വൻകിട മില്ലുകാർ മത്സരിച്ചത് വിലയെ ബാധിച്ചു.
ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 28.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 29.1, 24.2. കൊച്ചി 28.7, 23.7. ആലപ്പുഴ 29.7, 24. പുനലൂർ 31.6, 23.5. തിരുവനന്തപുരം 31.6, 23.6 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.